നമ്മൾ ഇന്നൊരു ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഷേക്ക്? അതെ, വൈകിട്ടായപ്പോൾ ഐവിന് ഷേക്ക് കുടിക്കാൻ ഒരു ആഗ്രഹം. അപ്പൊ ഒരു ഷേക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നീയാണോ ഉണ്ടാക്കുന്നേ? അല്ല അല്ല, ഞാനാ ഉണ്ടാക്കുന്നേ. പക്ഷെ എങ്ങനത്തെ ഷേക്ക് വേണമെന്ന് നീ പറയണം. അതായത് ഇൻഗ്രീഡിയൻസ് ഒക്കെ എനിക്കറിയാം, ഞാൻ ഷേക്ക് ഉണ്ടാക്കിയിട്ടില്ല. ആക്ച്വലി ഞാൻ വിചാരിച്ചത് എനിക്കൊരു ഡേറ്റ്സും നമ്മുടെ ഏത്തപ്പഴം, അതെ, പ്രോട്ടീൻ പൗഡർ ഒന്നും വേണ്ട, ഒന്നും വേണ്ട, നോർമൽ ഷേക്ക്, നോർമൽ ഒരു സ്മൂത്തി. ഇതൊക്കെ എന്തുവെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇതൊക്കെ ഞാൻ ഇതൊന്നും കുടിക്കാറില്ല. അപ്പൊ നീ പറയുന്ന പോലെ അപ്പൊ ഞാൻ ഒരെണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ അവള് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഞാൻ ഉണ്ടാക്കി തരാം, നമുക്ക് നോക്കാം. ഒരു ഗൈഡൻസ് നീ തരണം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ഏത്തപ്പഴം എടുത്ത് പൊളിക്കുക. 2 ഏത്തപ്പഴം എടുക്കുന്നത്. നമുക്ക് ഏത്തപ്പഴം ഡയറക്റ്റ് നമ്മൾ ജാറിലേക്ക് അങ്ങോട്ട് ഒരു 2 ഏത്തപ്പഴം. കത്തിക്ക് മൂർച്ചയുണ്ട്, ഒരു പരുവത്തിനാക്കിയില്ലുണ്ട്. ഇതിപ്പോ ഏത്തപ്പഴം ഇട്ടപ്പോ നിറഞ്ഞല്ലോ. അത് നോക്ക്, വേണ്ട, സ്മൂത്തി ആകുമ്പോൾ നല്ല കട്ടിക്കിരിക്കണം. പിന്നെ നമുക്ക് ശേഷം എന്താണ്? ഡേറ്റ്സ് എത്രണ്ണം എടുക്കണം? ഡേറ്റ്സ് എത്രണ്ണം എടുക്കണം നീ പറ. ഡേറ്റ്സ് ഒരു 10 or 12 എടുക്കും. സാധാരണ ഒരു 6 മതി ഒരു ഇതിന്. ഇത് തീരെ ചെറുതായി. ഇതിനകത്ത് നീ അരി എടുത്ത് കളയട്ടെ. പിന്നെ അരി എടുക്കാതെ അല്ല, ഒരു ഫാഷൻ അരി ഇട്ട്. ഈ അരി നല്ലതായിരിക്കും ആരോഗ്യത്തിന്. പോടെ, അതിന്റെ ബ്ലേഡ് ഒടിഞ്ഞു പോവാൻ. ഇത് ഇടട്ടെ. അരി എടുത്ത് മാറ്റി ആ മണ്ടക്കത്തെ അതുകൂടെ എടുത്ത് മാറ്റിയിട്ട് ഇതിലിട്ടു. മണ്ടയ്ക്കൊന്നും കാണുന്നില്ല. മണ്ടയ്ക്ക് എല്ലാത്തിനും കാണത്തില്ല, ചിലതിന് കൂട്ടത്തെ അങ്ങ് പോയെന്ന് തോന്നുന്നു. അരി ഇല്ലാത്ത ഡേറ്റ്സ് ആയിരുന്നു നല്ലതായിരുന്നു, എളുപ്പമായിരുന്നു. അപ്പൊ നമ്മൾ അരിയൊക്കെ മാറ്റിയ ഡേറ്റ്സ് ഇട്ട് നല്ല സെറ്റ് ചെയ്ത് വെച്ചു. നമുക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് മതി, ഒരുപാട് മധുരത്തിന്റെ ആവശ്യം. എത്ര? കഷ്ടി അതിന്റെ പകുതി മതി. നമുക്ക് പാൽ ഒഴിച്ചാലോ? അടുത്തതായി പാലാണ്. അതെ, ഇതൊരു 400 ml പാലാണ്. ഒരു ഏത്തക്കായ്ക്ക് ഒരു 200 ml എന്നുള്ള കണക്കിൽ നമ്മൾ ഒരു 400 ഇതിപ്പോ സാധാ പശുമ്പാല. സ്പെഷ്യൽ പാൽ വല്ല വേണ്ടുന്നവർക്ക് അതെടുക്കും. അതെ, വല്ല ആൽമണ്ട് മിൽക്കോ അല്ല വല്ല സോയ മിൽക്കോ ഒക്കെ വേണമെങ്കിൽ. നല്ല നമ്മള് തണുപ്പിച്ചെടുത്ത പാൽ. വെള്ളം വേണ്ടല്ലോ, ഉള്ളിപ്പാൽ വേണ്ട. നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടേക്കാം. ഓക്കെ, ഒരു തിക്നെസ്സിന് കുറച്ച് ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കുന്നതായിരിക്കും. ഒരു തുള്ളി വാനില എസൻസ് ആഡ് ചെയ്യണം. ഒരു ഡ്രോപ്പ് മതി. ഡ്രോപ്പ് അടിക്കാൻ വരുമ്പോഴത്തേക്ക് ഒത്തിരി ഒരു ഡ്രോപ്പ് ഒഴിക്കുക, ഒരുപാടൊന്നും ഒഴിക്കല്ലേ, പേടിയുണ്ട് കേട്ടോ, വീഴുന്നില്ല. മതി, 3 ഡ്രോപ്പ് ആയി പോയി. കുഴപ്പമില്ല. ബാക്കി നമ്മൾ ക്യൂബ് ഇട്ടു, എല്ലാം നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇരിക്കുകയാണ്. ഇനി അതൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എടുക്കാം. സ്മൂത്ത് ആയാണോ സ്മൂത്തി വന്നേന്ന് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഗ്ലാസ്സിൽ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പൊ കുറച്ച് ഈ പറഞ്ഞ പോലെ പീനട്ട് ബട്ടർ, ഇച്ചിരി പീനട്ട് ബട്ടർ ഉണ്ടായിരുന്നു. പിന്നെ വേണമെങ്കിൽ നട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ മേളിലൊന്നും ഇടായിരുന്നു. പക്ഷേ എന്റെ വൈകിട്ടത്തേക്ക് ജസ്റ്റ് സ്നേഹനിധിയായ ഭർത്താവിടെ നട്ട്സ് ഒന്നും മേടിച്ച് വെച്ച് ഇവിടെ വെക്കാറില്ല, അപ്പൊ തന്നെ തിന്ന് തീർക്കാം. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് സാധാരണ പോലെ കുടിച്ചു. എനിക്ക് ആക്ച്വലി ഈ സംഭവം ഇഷ്ടമല്ല. കൊള്ളാല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒളിച്ചിട്ട് കഴിച്ചു വന്നിട്ട് കൊള്ളാം. അപ്പൊ നമ്മൾ കുടിച്ച് തീർത്തിട്ടുണ്ട്. കൈ വെച്ച് നക്കി കുടിക്കുന്നു. അതെ, കൊള്ളായിരുന്നു. ഈ ഗ്ലാസ്സിനകത്ത് ഒത്തിരി ഇരിക്കുന്നു. ആ ഒരു ഇച്ചിരി കൂടെ കട്ടി, മറ്റേ ജ്യൂസിന്റെ പോലെയല്ലോ, നല്ല കട്ടിയുണ്ട്. അപ്പൊ നമ്മള് ചുമ്മാ വൈകിട്ടൊക്കെ ഇരുന്നപ്പം ഒരാഗ്രഹം ഇതൊക്കെ കുടിക്കാം. നോക്കിയപ്പോ ഡേറ്റ്സ് ഉണ്ട്, ഏത്തപ്പഴം ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചു ഒന്ന് ഉണ്ടാക്കി നോക്കി. പീനട്ട് ബട്ടറും കുറച്ചുകൂടെ തിക്കായിട്ടുള്ള മിൽക്കും ആണെങ്കിൽ നല്ലതായിരിക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.